LSS കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4th സ്റ്റാൻഡേർഡിലെ മലയാളത്തിലെ ഫസ്റ്റ് യൂണിറ്റ് ചിറക് വിരിച്ച് എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട LSSന് ചോദിക്കാവുന്ന മാക്സിമം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിറകുള്ള ബസ് എന്ന കവിതാഭാഗം എഴുതിയതാര്? ഉത്തരം വിഷ്ണു പ്രസാദ്. നട്ടുച്ചകളുടെ പാട്ട്, മീൻ പൊരിക്കുന്ന മണം, പൂക്കളുടെ ഭാഷ, കുളം, പ്രാന്തത്തി ഇവ ആരുടെ കൃതികളാണ്? ഉത്തരം വിഷ്ണു പ്രസാദ്. തളിർ കൈ എങ്ങനെ പിരിച്ചെഴുതാം? ഉത്തരം തളിർ പ്ലസ് കൈ. ചിറകുമുളച്ചു എന്ന പ്രയോഗം ചേർന്ന് വരുന്ന വാക്യങ്ങളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ, ടീച്ചർ ആകണം എന്ന മോഹത്തിന് ചിറകുമുളച്ചപ്പോൾ ഞാൻ നന്നായി പഠിക്കാൻ തുടങ്ങി. ഓപ്ഷൻ ബി, കുട്ടിക്ക് ചിറകുമുളച്ചപ്പോൾ അവൻ ബസ്സിൽ കയറി യാത്ര ചെയ്തു. ഓപ്ഷൻ സി, എന്റെ ഭാവനയ്ക്ക് ചിറകുമുളച്ചപ്പോൾ ഞാൻ നല്ലൊരു കഥ എഴുതി. ഉത്തരം ഓപ്ഷൻ ബി, കുട്ടിക്ക് ചിറകുമുളച്ചപ്പോൾ അവൻ ബസ്സിൽ കയറി യാത്ര ചെയ്തു. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ തൂലികാ നാമം ഏത്? ഉത്തരം അക്കിത്തം. ഏതു വർഷമാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം 2019. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ഒരു കുലമുന്തിരിങ്ങ ഇവ ആരുടെ കൃതികളാണ്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. മുന്നറിയിപ്പ് എന്ന കവിത എഴുതിയതാര്? ഉത്തരം അക്കിത്തം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം മനുഷ്യരുടെ പരിമിതമായ ചിന്താഗതികൾ കൊണ്ട് ലോകത്തെ ശരിയായി വിലയിരുത്തുവാൻ കഴിയുന്നില്ല എന്ന ആശയമാണ് വ്യക്തമാക്കുന്നത്. ഒരു പ്രത്യേക വസ്തുവിനെ മാത്രം നിരീക്ഷിക്കുമ്പോൾ അതിനപ്പുറമുള്ള സുന്ദരമായ കാഴ്ചകൾ കാണാൻ മനുഷ്യന് പറ്റുന്നില്ല. അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഏതു വർഷമാണ് മരണപ്പെട്ടത്? ഉത്തരം 2020 ഒക്ടോബർ 15. സൈക്കിള് ചവിട്ടാൻ എന്ന പാഠഭാഗം എഴുതിയത് ആരാണ്? ഉത്തരം PP രാമചന്ദ്രൻ. PP രാമചന്ദ്രന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഉത്തരം കാണേ കാണേ. യാത്ര എന്ന് അർത്ഥം വരാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രയാണം, സഞ്ചാരം, പര്യടനം, അയനം, പാതേയം. ഉത്തരം പാതേയം. ജാലകം എന്ന വാക്കിനർത്ഥം എന്താണ്? ഉത്തരം ജനൽ. ചന്ദ്രൻ എന്നതിന് പകരം വരാവുന്ന വാക്കുകൾ ഏതെല്ലാം? ഉത്തരം തിങ്കൾ, ശശി, ഇന്ദു, ശശാങ്കൻ. താഴെ പറയുന്ന പദങ്ങൾ പിരിച്ചെഴുതുക. എ, അങ്ങനെയാട്ടെ. ഉത്തരം അങ്ങനെ പ്ലസ് ആട്ടെ. ബി, കടയിൽ. ഉത്തരം കട പ്ലസ് ഇൽ. സി, താളത്തിലോടി. ഉത്തരം താളത്തിൽ പ്ലസ് ഓടി. ഡി, കുതറിക്കുടഞ്ഞ്. ഉത്തരം കുതറി പ്ലസ് കുടഞ്ഞ്. ഇ, നന്ദിയുണ്ട്. ഉത്തരം നന്ദി പ്ലസ് ഉണ്ട്. കാറ്റ് എന്നതിന് പകരം വരാവുന്ന പദങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം അനിലൻ, മാരുതൻ, പവനൻ. കൈ എന്നതിന് പകരം വരാവുന്ന വാക്കുകൾ ഏതെല്ലാം? ഉത്തരം കരം, ഹസ്തം, ബാഹു. ചിറക് എന്നതിന് പകരം വരാവുന്ന വാക്കുകൾ ഏതെല്ലാം? ഉത്തരം പക്ഷം, പത്രം, ചതം. മൈക്കിളി ചേട്ട സൈക്കിള് വേണം ഇതാരുടെ വരികളാണ്? ഉത്തരം PP രാമചന്ദ്രൻ. എയ്ഡഡ് ഇൻഡിവിജ്വൽ ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ആണ്. 1 മുതൽ 10ാം ക്ലാസ് വരെ കേരള സിലബസ് ഇംഗ്ലീഷ് മീഡിയം, മലയാള മീഡിയം ക്ലാസുകൾ
ക്ലാസ് റൂം ആയിട്ടും ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ഇൻഡിവിജ്വൽ ആയിട്ടും നൽകുന്നു. കൂടാതെ മദ്രസ ട്യൂഷൻ, ബേസ് ക്ലാസുകൾ, അഡ്വാൻസ് ലെവൽ ക്ലാസുകൾ, LSS കോച്ചിങ് ആൻഡ് USS കോച്ചിങ് തുടങ്ങിയ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കിനാവ് കാണുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം സ്വപ്നം കാണുക. ശകടം എന്ന വാക്കിനർത്ഥം എന്ത്? ഉത്തരം വാഹനം. മലയാള ചലച്ചിത്ര നടൻ മോഹൻലാലിന്റെ ജീവചരിത്രം ഏത്? ഉത്തരം മുഖരാഖം. ആധുനിക കവിത്രയത്തിൽ പെടുന്ന കവികൾ ആരെല്ലാം? ഉത്തരം കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. പുരാതന കവിത്രയത്തിൽ പെടുന്ന കവികൾ ആരെല്ലാം? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ. ബാലസാഹിത്യത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അൽഗോരിതങ്ങളുടെ നാട് എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ഉണ്ണി അമ്മയമ്പലം. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് ആര്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ തീർച്ചയായും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.